ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, ദിസ് ഇസ് ബഷീർ. നമ്മളൊരു സൂം മീറ്റിംഗ് പ്ലാൻ ചെയ്തത് നമ്മൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന പേപ്പർ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡാറ്റ സ്ട്രക്ചർ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ തമ്മിൽ പരിചയപ്പെടാനുള്ള യാതൊരുവിധ മീഡിയവും ഇല്ല. ഒരു ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ പോസിബിൾ അല്ല. ആയതുകൊണ്ടാണ് നമ്മളൊരു സൂം മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മളൊന്ന് പരിചയപ്പെട്ടത്. വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ശരിക്കും ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസിങ് സി എന്നാണ് നമ്മുടെ ടൈറ്റിൽ. സി ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ സ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് 5 യൂണിറ്റ് ഉണ്ട്. അതിൽ 4 ഹവർ പ്രാക്ടിക്കലും 3 അവർ തിയറിയാണ്. ടോട്ടൽ 7 ഹവേഴ്സാണ് പെർ വീക്ക്. ഒരാഴ്ച നമുക്ക് 7 അവർ ഉണ്ട്. അതിൽ 4 ഹവേഴ്സ് ലാബാണ്, 3 ഹവേഴ്സാണ് പ്രാക്ടിക്കലുള്ളത്. 4 ഹവേഴ്സ് പ്രാക്ടിക്കലാണ്, 3 ഹവേഴ്സാണ് അതിൻ്റെ അകത്ത് തിയറി ഉള്ളത്. അപ്പോൾ പ്രാക്ടിക്കലിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. കാരണം 4 അവർ പ്രാക്ടിക്കലിന്, 3 അവർ മാത്രമാണ് നമുക്ക് തിയറിക്കുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ പ്രാക്ടിക്കൽ പേപ്പർ ഇതിൻ്റെ അകത്ത് കൂടുതൽ പ്രോഗ്രാംസ് ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു പേപ്പർ നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നമ്മളെ കയ്യിലുണ്ടാവേണ്ടത് പ്രോഗ്രാമിംഗ് ഇൻ സി ആണ്. സി എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ അകത്ത് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാനുള്ള സ്കില്ലാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ സി എന്ന് പറയുന്നതിൻ്റെ അകത്ത് 40 പ്രോഗ്രാംസ് നിങ്ങൾ ലാബ് സൈക്കിൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചു. നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് നിങ്ങൾ ടീച്ചേഴ്സ് എനിക്ക് തന്നുള്ളത്. എനിക്ക് ആ കാര്യത്തിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 40 പ്രോഗ്രാംസ് ഉണ്ട്. സീൻ്റെ അകത്ത് നിങ്ങൾ ചെയ്തതുപോലെ തന്നെ ഡാറ്റ സ്ട്രക്ചറിൻ്റെ അകത്ത് നമുക്ക് 40 പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ സീൻ്റെ അകത്തുള്ള 40 പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്. ഡാറ്റ സ്ട്രക്ചറിൻ്റെ അകത്തുള്ള പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ലെങ്തി പ്രോഗ്രാംസ് ആണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാംസ് ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഒരിക്കലും ഇവിടെ പോസിബിൾ അല്ല. സീൻ്റെ അകത്ത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ബൈ ഹാർട്ടിങ് എന്ന് പറയുന്ന ടെൻഡൻസി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ സി എന്ന് പറയുന്ന പ്രോഗ്രാം കമ്പാരിറ്റീവ്ലി ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പ്രോഗ്രാംസൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രോഗ്രാമിൻ്റെ സ്കില്ല് അത്യാവശ്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് വീട്ടിലിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നല്ല കോൺഫിഗറേഷനുള്ള മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു സീൻ്റെ അകത്തുള്ള നിങ്ങൾ പഠിച്ചിട്ടുള്ള 40 പ്രോഗ്രാംസ് നിങ്ങൾ 1 by 1 ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ പ്രോഗ്രാമിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പ്രോഗ്രാമിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്തെങ്കിലേ നമുക്ക് ഡാറ്റ സ്ട്രക്ചറിൻ്റെ അകത്തുള്ള പ്രോഗ്രാംസ് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുള്ളൂ. കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്തിട്ടോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സി എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ അകത്ത് നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചു വെച്ചിട്ടുള്ളത് അതെല്ലാം നമുക്ക് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. എസ്പെഷ്യലി ദ കോൺസെപ്റ്റ് ഓഫ് പോയിൻ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങളതിൻ്റെ 5th യൂണിറ്റ് സീൻ്റെ അകത്ത് 5th യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് അതേപോലെ നമുക്കത് ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ഏരിയയൊക്കെ നിങ്ങളൊന്നും കൂടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റാണ് ഇപ്പോൾ ഈ സ്ലൈഡിൻ്റെ അകത്ത് നിന്ന് കാണാൻ പറ്റുക, ഫസ്റ്റ് യൂണിറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ഡാറ്റ സ്ട്രക്ചർ, വാട്ട് ഈസ് ഡാറ്റ സ്ട്രക്ചർ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ്, വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ്, what are the algorithm complexity of data structure, then string, introduction to string and different built-in functions on string, different operations on string. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ ഫസ്റ്റ് യൂണിറ്റിനകത്ത് പുതുതായിട്ട് നമുക്ക് പ്രാക്ടിക്കൽ പ്രോഗ്രാംസ് ഇല്ല. നിങ്ങൾ സീൻ്റെ അകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡിഫറെൻറ്റ് ബിൽട്ടിൻ ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. STRLEN, CMP പോലുള്ള ബിൽട്ടിൻ ഫങ്ഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് അതേപോലെ സ്ട്രിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഉള്ളത് നമുക്കിവിടേക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇത്രയാണ് നമ്മുടെ സിലബസിലെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. എന്താണ് ഡാറ്റ സ്ട്രക്ചർ? വാട്ട് ഈസ് ഡാറ്റ സ്ട്രക്ചർ? എപ്പോഴും വൈവ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുള്ള ഒന്നാണ് വാട്ട് ഈസ് ഡാറ്റ സ്ട്രക്ചർ, ഓർ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ, ഓർ വാട്ട് ആർ ദ കാറ്റഗറീസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ.
അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പെർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് ഓർ അറേഞ്ചിങ് ഡാറ്റ in our computer system so that it can use efficiently. അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഐ റിപ്പീറ്റ്, ഡാറ്റ സ്ട്രക്ചർ ഈസ് എ പെർട്ടിക്കുലർ വേ ഓഫ് storing or organizing or arranging data in our computer memory so that it can use efficiently. അപ്പം നമുക്ക് എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡാറ്റനെ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് മെത്തേഡിൽ സ്റ്റോർ ചെയ്യുന്നതിനാണ്, അറേഞ്ച് ചെയ്യുന്നതിനാണ്, ഓർഗനൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്, അറേ, സ്ട്രക്ചർ, യൂണിയൻ, ഇതെല്ലാം ഡാറ്റ സ്ട്രക്ചർ, പോയിൻ്റർ, ഇതെല്ലാം ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ അറേ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അറേ എന്ന് പറയുന്നത് ഹോമോജീനിയസ് കളക്ഷൻ ഓഫ് ഡാറ്റ ആയിട്ടാണ്. സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഡാറ്റനെ ഹോൾഡ് ചെയ്യുന്ന, കീപ്പ് ചെയ്യുന്ന, സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചറാണ് എന്ത്, അറേ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് എ പർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് ഡാറ്റ എന്നാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പോൾ അറേ എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു പർട്ടിക്കുലർ മാനറിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ അറേ എന്ന് പറയുന്നത് പർട്ടിക്കുലർ മാനറിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു, കണ്ടിന്യൂസ് ലൊക്കേഷനിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു, അതൊരു പർട്ടിക്കുലർ വേ ഓഫ് സ്റ്റോറിങ് ആണ്. ഓക്കെ, ഇനി കെയർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് നമുക്കറിയാം. കെയർ ഫോർ സ്റ്റോറിങ് ക്യാരക്ടർ ഓർ ഫോർ സ്റ്റോറിങ് സ്ട്രിങ്, അല്ലേ? അതൊരു പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അതൊരു വേ ഓഫ് സ്റ്റോറിങ് ആണ്, ഓർഗനൈസിങ് ആണ്. അപ്പോൾ നമുക്ക് ലേറ്റർ ടൈമിൽ ഫാസ്റ്റായിട്ട് റിട്രീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡാറ്റനെ പല രീതികളിലായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയുക, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുക. ഓക്കെ, ഡാറ്റ സ്ട്രക്ചേഴ്സ് ആർ മെയിൻ പാർട്ട് ഓഫ് മെനി കമ്പ്യൂട്ടർ സയൻസ് അൽഗോരിതം ആസ് ദ എനേബിൾ ദ പ്രോഗ്രാം ടു ഹാൻഡിൽ ദ ഡാറ്റ ഇൻ എഫിഷ്യൻറ്റ് വേ. അപ്പോൾ ഡാറ്റനെ എഫിഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതം ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റമൊക്കെ വളരെ ഫാസ്റ്റായിട്ട് സെർച്ചിങ്ങും സോർട്ടിങ്ങും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഒക്കെ ഉള്ള സിസ്റ്റം ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് നമുക്ക് ലാക്സ് ഓഫ് റിസൾട്ട് കിട്ടുന്നത് അതിൻ്റെ ബിഹൈൻഡിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതം റൺ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ഫാസ്റ്റായിട്ട് നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എഫിഷ്യൻ്റായിട്ട് ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തിനാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നത്? നീഡ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ? ഡാറ്റ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഡാറ്റ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് പ്രോസസ്സറിൻ്റെ, ഇവിടെ 3 കാര്യങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട്. വൺ ഈസ് പ്രോസസ്സർ സ്പീഡ്, അനദർ ഈസ് ഡാറ്റ സെർച്ച്, അനദർ ഈസ് മൾട്ടിപ്പിൾ റിക്വസ്റ്റ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഫാസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതം നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പ്രോസസ്സറിൻ്റെ സ്പീഡ് സ്ലോ ആവും, അല്ലെങ്കിൽ പ്രോസസ്സറിൻ്റെ സ്പീഡ് ലോ ആവും. കാരണം ഒരു പ്രോസസ്സർ അല്ലെങ്കിൽ CPU എന്ന് പറയുന്നത് അറ്റ് എ ടൈമിൽ തൗസൻഡ്സ് ഓഫ് റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒന്നായിരിക്കും, അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ടാസ്കിന് അറ്റ് എ ടൈമിൽ റൺ ചെയ്യുന്ന ഒന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ടാസ്കുകളെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന അൽഗോരിതം അവിടെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ പ്രോസസ്സറുടെ സ്പീഡ് ലോ ആവും, സ്ലോ ആവും പ്രോസസ്സർ, എൻ്റയർ ആപ്ലിക്കേഷൻ സ്ലോ ആവും, എൻ്റയർ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ലോ ആവും. അതുപോലെ തന്നെ സെർച്ചിങ്, ഡാറ്റനെ സെർച്ച് ചെയ്യുക. ഡാറ്റനെ സെർച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഗൂഗിളിൻ്റെ സെർവർ എടുക്കാം. ഗൂഗിളിൻ്റെ സെർവർ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാക്സ് ഓഫ് റിസൾട്ട് വിത്തിൻ മൈന്യൂട്ട് സെക്കൻഡിനകത്ത് നമുക്ക് ലാക്സ് ഓഫ് റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്, ആ സെർവറിൻ്റെ അകത്ത്, വെബ് സെർവറിൻ്റെ അകത്ത് നമ്മൾ ക്ലയൻറ്റിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വെബ് സെർവറിൻ്റെ അകത്ത് ലാക്സ് ഓഫ് ടെറാബൈറ്റ്സ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്തതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ കൊടുത്ത റിക്വസ്റ്റിന് മാത്രം ഡാറ്റനെ സെർച്ച് ചെയ്ത് റെസ്പോൺസായിട്ട് നമുക്ക് തരുമ്പോൾ അത് വളരെ വളരെ മൈന്യൂട്ട് സെക്കൻഡിൻ്റെ അകത്ത് നമുക്ക് തരുന്നത്. അപ്പോൾ ഡാറ്റ സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, അൽഗോരിതംസ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഫാസ്റ്റായിട്ട് ഡാറ്റനെ റിട്രീവ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മളെ വെബ് സെർവറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വെബ് സെർവർ എന്ന് പറയുന്നതിൽ തൗസൻഡ്സ് ഓഫ് റിക്വസ്റ്റ് അറ്റ് എ ടൈമിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഗൂഗിളിൻ്റെ സെർവറിൻ്റെ അകത്തേക്ക് എന്ത് വരുന്നുണ്ട്, റിക്വസ്റ്റ് വരുന്നുണ്ട് അറ്റ് എ ടൈമിൽ. അതിനൊക്കെ പ്രോസസ്സ് ചെയ്തിട്ട് വിത്തിൻ മൈന്യൂട്ട് സെക്കൻഡ് അകത്ത് റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്,
ഡാറ്റ സ്ട്രക്ചർ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന 3 പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് ഡാറ്റ സ്ട്രക്ചർ കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, ഇത് ഉപയോഗിച്ചത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഒന്ന് എഫിഷ്യൻസിയാണ്. നമ്മുടെ അപ്ലിക്കേഷൻ നമ്മളൊരു അപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാണ്. ഏത് എൻവയോൺമെൻറ്റിലാണോ ഈ അപ്ലിക്കേഷൻ റൺ ചെയ്യേണ്ടത്, ആ അപ്ലിക്കേഷൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ നമുക്ക് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അരേ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ നമുക്കറിയാം. അരേ ഹോമോജീനിയസ് ആയിട്ടുള്ള ഡാറ്റയാണ് അതിൻ്റെ അകത്ത് കീപ്പ് ചെയ്യാമെന്ന് നമുക്കറിയാം. കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ്റെ അകത്താണ് അരേൻ്റെ എലമെൻറ്റ്സ് കീപ്പ് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അരേ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറിൻ്റെ അകത്ത് നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യുമ്പോൾ അത് കമ്പാരിറ്റീവ്ലി മറ്റു ഡാറ്റ സ്ട്രക്ചറിനെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്ലോ ആയിരിക്കും. ചില ഡാറ്റ സ്ട്രക്ചറൊക്കെ ഡയറക്റ്റ് ആക്സസ് പോസിബിളാണ്, ഡയറക്റ്റ് ആക്സസ്. അപ്പോൾ അരേ എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ ആക്സസ്, 1 by 1 ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്തുള്ള ഡാറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റു ഡാറ്റ സ്ട്രക്ചറൊക്കെ എന്താ പറയുക, ഡയറക്റ്റ് ആക്സസിങ് പോസിബിളാണ്. ലിങ്ക്ഡ് ലിസ്റ്റ് പോലുള്ള, നിങ്ങളിനി പഠിക്കാൻ പോകുന്ന ലിങ്ക്ഡ് ലിസ്റ്റ് പോലുള്ള ഡാറ്റ സ്ട്രക്ചറൊക്കെ ഡയറക്റ്റ് ആക്സസ് പോസിബിളാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അരേക്കാൾ ഫാസ്റ്റ് ലിങ്ക്ഡ് ലിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കെന്ത് ഉപയോഗിക്കാം, അരേക്ക് പകരം നമുക്കെന്ത് ഉപയോഗിക്കാം, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ ഉപയോഗിക്കാം. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സിനെ നമുക്ക് നമ്മൾ ആപ്ലിക്കേഷൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മറ്റൊന്ന് റീയൂസബിലിറ്റിയാണ്. നമ്മളൊരു ഡാറ്റ സ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്തു, ആ ഡാറ്റ സ്ട്രക്ചറിന് നമുക്ക് എവിടേക്കാണോ ആവശ്യമുള്ളത് അവിടെയൊക്കെ നമുക്ക് ആ ഡാറ്റ സ്ട്രക്ചറിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അരേ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ ഓൾറെഡി ഡെവലപ്പ്ഡാണ്. അപ്പോൾ ഈ ഒരു ഡാറ്റ സ്ട്രക്ചറിന് നമ്മൾ പല പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അരേ ഉപയോഗിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് റീയൂസബിലിറ്റി. മറ്റൊന്ന് ശരിക്കും ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് കോംപ്ലക്സാണ്. അരേയുടെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഹാർഡ്വെയർ ലെവൽ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഹൈലി കോംപ്ലക്സാണ്. നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അരേ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആയിട്ടുള്ള ഡാറ്റ മാത്രമേ കീപ്പ് ചെയ്യുന്നുള്ളൂ. അത് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനാണ് അരേൻ്റെ എലമെൻറ്റ്സിനെ കീപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷേ ഹൗ ദിസ് ഈസ് ഡൺ, എങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിന് ഹാർഡ്വെയർ ലെവൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ്റെ അകത്ത് ഇത് കീപ്പ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്തിട്ട് അതിൻ്റെ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള കംഫർട്ടായിട്ടുള്ള ഒരു ലെവലിലാണ് ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു ബിഗിനർ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അബ്സ്ട്രാക്റ്റ് വ്യൂ ആണ് ശരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഓരോ ഡാറ്റ സ്ട്രക്ചർ തരുന്നത്. അപ്പോൾ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സൊക്കെ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്സാണ്. അപ്പോൾ ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ ഒക്കെ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ്. അതുകൊണ്ടാണ് ADT എന്ന് കാണുന്നത്. അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, ആരേ ഇതെല്ലാം അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പാണ്. ദാറ്റ് മീൻസ് അതിൻ്റെയൊക്കെ കോംപ്ലക്സിറ്റി ഹൈഡ് ചെയ്തിട്ടാണ് ശരിക്കും നമുക്കത് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് അബ്സ്ട്രാക്ഷൻ. ഇതൊക്കെ ഡാറ്റ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഡാറ്റ സ്ട്രക്ചേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി എക്സാമിന് നമുക്ക് ചോദിക്കാറുള്ള വളരെ ഷുവർ ക്വസ്റ്റ്യനാണ് ഒന്ന്, വാട്ട് ഈസ് ഡാറ്റ സ്ട്രക്ചർ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ എന്നുള്ളത്. അപ്പോൾ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് നമുക്കൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ കാണിക്കാം. അതാണ് ഞാൻ ഈ ഒരു സ്ലൈഡിൻ്റെ അകത്ത് കൊടുത്തുള്ളത്. ബിൽട്ട് ഇൻ ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ബിൽട്ട് ഇൻ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതിന് നമുക്ക് മറ്റു രീതിയിൽ പറയാം, പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ, ബേസിക് ഡാറ്റ സ്ട്രക്ചർ ഓർ ഫണ്ടമെൻ്റൽ ഡാറ്റ സ്ട്രക്ചർ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ അങ്ങനെ പറയാം. അപ്പോൾ ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്, പോയിൻ്റ് ഇതെല്ലാം ബേസിക് ഡാറ്റ സ്ട്രക്ചേഴ്സാണ്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡാറ്റ സ്ട്രക്ചേഴ്സാണ്. ഇൻറ്റ്, ഫ്ലോട്ട്, കെയർ, വോയിഡ്, ഡബിൾ ഇവ ഫണ്ടമെൻ്റൽ ഡാറ്റ സ്ട്രക്ചർ, ബിൽട്ട് ഇൻ ഡാറ്റ സ്ട്രക്ചർ ഓർ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. മറ്റേ യൂസർ ഡിഫൈൻഡ് ഡാറ്റ സ്ട്രക്ചർ, അരേ, ലിസ്റ്റ്, ഫയൽ. അരേ എന്ന് പറയുന്നത് ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. ലിസ്റ്റ് എന്ന് പറയുന്നത് ലീനിയർ ലിസ്റ്റ് ആവാം, നോൺ ലീനിയർ ലിസ്റ്റ് ആവാം. ഫയൽ എന്ന് പറയുന്നത് നമ്മൾ C എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ ലാസ്റ്റ് യൂണിറ്റിൽ ഫയൽ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഫയൽ എന്ന് പറയുന്നത് നെയിംഡ് കളക്ഷൻ ഓഫ് ഡാറ്റ ഇൻ യുവർ സെക്കൻഡറി സ്റ്റോറേജ്, പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള ഫയൽ ഡോക്യുമെൻറ്റ്സിനെയാണ് ശരിക്കും നമ്മൾ എന്ത് പറയുന്നത്, ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൻ്റെ അകത്തൊക്കെ നമ്മൾ ഫോൾഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഓരോ ഫയലിന് പേരെ കൊടുത്ത് ആ ഫയലിൻ്റെ അകത്ത് നമ്മൾ ഡാറ്റ കീപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഫയൽ.
അപ്പോൾ അത് എന്ന് പറയുന്നത് ഒരു ഡാറ്റാ സ്ട്രക്ചറാണ്. അപ്പോൾ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റാക്ക് ക്യൂ ആണ്. നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്രീയും ഗ്രാഫുമാണ്. സാധാരണ ചോദിക്കാറുണ്ട് എന്താണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ എന്ന് സാധാരണ വൈവ ക്വസ്റ്റ്യൻ ആയിട്ട്, അതുപോലെ തിയറീൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ അകത്ത് വരെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് ഡാഷ് ഇസ് എ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ, ഡാഷ് ഇസ് എ നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ. അപ്പോൾ സ്റ്റാക്ക് ക്യൂ ലീനിയർ ഡാറ്റാ സ്ട്രക്ചറാണ്. നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചറാണ് ട്രീയും ഗ്രാഫും. അപ്പോൾ നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ ആണ് ട്രീ, ഗ്രാഫ്. ഇതല്ലാത്ത ബാക്കിയുള്ള ഡാറ്റാ സ്ട്രക്ചേഴ്സ് ഒക്കെ ലീനിയറാണ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷന് തന്നിട്ട് പല ക്വസ്റ്റ്യനും നമ്മൾ എന്താ പറയുക തിയറി എക്സാമിൻ്റെ അകത്തുള്ള ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 9 ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസാണ് വരാറുള്ളത്, പക്ഷേ ഓപ്ഷൻ ഉണ്ടാവാറില്ല. അപ്പോൾ അവിടെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണെന്ത് ഡാഷ് ഇസ് എ നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ. അപ്പോൾ ട്രീ, ഗ്രാഫ് ബാക്കിയെല്ലാം ലീനിയർ ഡാറ്റാ സ്ട്രക്ചറാണ്, ട്രീയും ഗ്രാഫും നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചറാണെന്നുള്ളത് ഓർത്ത് വെച്ചോളാം. ഓക്കെ, നമുക്കിനി ഈ ഒരു ഡയഗ്രാം, ഞാൻ 2 രീതിയിലുള്ള ഡാറ്റാ സ്ട്രക്ചർ ക്ലാസിഫിക്കേഷൻ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. യെസ്, രണ്ടും നമുക്ക് തിയറി എക്സാമിന് ഉപയോഗിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി, രണ്ടും ആണെങ്കിൽ നിങ്ങളെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം. ഓക്കെ, പ്രിമിറ്റീവ് ഡാറ്റാ സ്ട്രക്ചർ, നോൺ പ്രിമിറ്റീവ് ഡാറ്റാ സ്ട്രക്ചർ. പ്രിമിറ്റീവ് ഡാറ്റാ സ്ട്രക്ചർ, നോൺ പ്രിമിറ്റീവ് ഡാറ്റ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്രിമിറ്റീവ് ഡാറ്റാ സ്ട്രക്ചർ മീൻസ് ഇൻറ്റ്, ഫ്ലോട്ട്, കെയർ, ഡബിൾ, വോയിഡ്, പോയിൻ്റർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രിമിറ്റീവ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ ബേസിക് ഡാറ്റാ സ്ട്രക്ചർ, ഫണ്ടമെൻ്റൽ ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയാം. നോൺ ലീനിയർ അല്ലെങ്കിൽ നോൺ പ്രിമിറ്റീവ് ഡാറ്റാ സ്ട്രക്ചറാണ്, അതിന് നമുക്ക് ലീനിയർ എന്നും നോൺ ലീനിയർ എന്നും ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ലീനിയർ എന്ന് പറയുന്ന ഡാറ്റാ സ്ട്രക്ചർ നമ്മൾ സ്റ്റാറ്റിക് എന്ന്, ഡൈനാമിക് എന്ന് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ നമ്മൾ ട്രീ, ഗ്രാഫ് എന്ന് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡൈനാമിക് ഡാറ്റാ സ്ട്രക്ചറാണ് ലിങ്ക്ഡ് ലിസ്റ്റും സ്റ്റാക്കും ക്യൂ ഒക്കെ. സ്റ്റാറ്റിക് ഡാറ്റാ സ്ട്രക്ചറിൻ്റെ അകത്ത് വരുന്നതാണ് അരേ. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. യെസ്, ഇതുമായി ബന്ധപ്പെട്ട തിയറി എക്സാമിന് വളരെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. യെസ്, വാട്ട് ഇസ് ഡാറ്റാ സ്ട്രക്ചർ, വാട്ട് ആർ ദ കാറ്റഗറീസ് ഓഫ് ഡാറ്റാ സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഈ ഒരു ഡയഗ്രാം അത്യാവശ്യമാണ്. ഇനി എന്തുകൊണ്ടാണ് ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ ഒന്നും നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ ഒന്നും ക്ലാസിഫൈ ചെയ്തത്, ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ ഒന്നും നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ ഒന്നും ക്ലാസിഫൈ ചെയ്തത് എന്തുകൊണ്ടാണ്? ഇവിടെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. എ ഡാറ്റാ സ്ട്രക്ചർ ഈസ് കാൾഡ് ലീനിയർ ഇഫ് ആൾ ഓഫ് ഇറ്റ്സ് എലമെൻറ്റ് ആർ അറേഞ്ച്ഡ് ഇൻ എ ലീനിയർ ഓർഡർ. അപ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും റിട്രീവ് ചെയ്യുന്നതും ഒരു പർട്ടിക്കുലർ സീക്വൻഷ്യൽ ഓർഡർ, സീക്വൻഷ്യൽ എന്ന് പറയാൻ വയ്യ, ഒരു പർട്ടിക്കുലർ ഓർഡറിലാണെങ്കിൽ യെസ് ദാറ്റ് ഡാറ്റ സ്ട്രക്ചർ ഈസ് കെയിം അണ്ടർ ദ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഇനി ഡാറ്റനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാം, നമുക്ക് റാൻഡായിട്ട് ആക്സസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റിലെ എലമെൻറ്റ് ആക്സസ് ചെയ്യാം, ഇൻ ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. നമുക്ക് പർട്ടിക്കുലർ ഓർഡറൊന്നും ഇല്ലാത്ത രീതിയിൽ ഡാറ്റനെ ആക്സസ് ചെയ്യാവുന്ന ഡാറ്റാ സ്ട്രക്ചേഴ്സ് അവൈലബിൾ ആണ്. അവരെ നമ്മൾ നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ എന്നാണ് പറയുക. അപ്പോൾ അരേ എന്ന് പറയുന്നത് ലീനിയർ ഡാറ്റാ സ്ട്രക്ചറാണ്, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ലീനിയർ ഡാറ്റാ സ്ട്രക്ചറാണ്, സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡാറ്റാ സ്ട്രക്ചറാണ്, ക്യൂ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡാറ്റാ സ്ട്രക്ചറാണ്. എന്നാൽ ട്രീ, ഗ്രാഫ് എന്ന് പറയുന്നത് നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചറാണ്. അപ്പോൾ ഡാറ്റാ സ്ട്രക്ചറിൻ്റെ അകത്ത് അരേ ഒരു ലീനിയർ ഡാറ്റാ സ്ട്രക്ചറാണ്. വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അരേൻ്റെ അകത്ത് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും റിട്രീവ് ചെയ്യുന്നതും ഒരു പർട്ടിക്കുലർ ഓർഡറിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, പർട്ടിക്കുലർ ഓർഡറിലാണ് അതിൻ്റെ അകത്തുള്ള ഡാറ്റ നമ്മൾ റിട്രീവ് ചെയ്യുന്നത്. അപ്പോൾ അരേ എന്ന് പറയുന്നത് ശരിക്കും ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൻ്റെ അകത്ത് ഈ ഒരു പർട്ടിക്കുലർ പേപ്പറിൻ്റെ അകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ 5 മൊഡ്യൂൾ ഉപയോഗിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. യെസ്, ഫസ്റ്റ് യൂണിറ്റിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സെക്കൻഡ് യൂണിറ്റിൻ്റെ അകത്ത് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് പറയും. തേർഡ് യൂണിറ്റിൻ്റെ അകത്ത് നമ്മൾ സ്റ്റാക്ക്, ക്യൂ പറയും. ഫോർത്ത് യൂണിറ്റിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുക, ഈ പറയുന്ന ട്രീ, ഗ്രാഫ് പറയും. ഫിഫ്ത്ത് യൂണിറ്റിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ സെർച്ചിങ് പറയും, സോർട്ടിങ് പറയും. അപ്പോൾ ഇത്രയും പറയുമ്പോൾ ഇത്രയും ഡിഫറെൻറ്റ് ഡാറ്റാ സ്ട്രക്ചേഴ്സിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് യെസ് നമ്മുടെ സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും കവർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അരേ എന്ന് പറയുന്നത്, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്, സ്റ്റാക്ക് എന്ന് പറയുന്നത്, ക്യൂ എന്ന് പറയുന്നത് ലീനിയർ ഡാറ്റാ സ്ട്രക്ചറാണ്. Why it is linear? The elements, all of its elements are arranged in a linear order. That's why yes, it is known as linear data structure എന്ന് പറയുന്നത്.
അപ്പോൾ അരേ എന്ന് പറയുന്നത് ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. ഇനി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഓരോ കമ്പോണൻറ്റ് നമുക്ക് ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തുള്ളതാണ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്, അരേ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആയിട്ടുള്ള ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ്റെ അകത്ത് കീപ്പ് ചെയ്യുന്നു. എന്നാൽ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് പോയിൻ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിം ഡാറ്റ ടൈപ്പുള്ള ഡാറ്റാസിനെ നോൺ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറീൻ്റെ അകത്ത് കീപ്പ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് അല്ല നമ്മൾ കീപ്പ് ചെയ്യുന്ന ഓരോ ഡാറ്റയും. അരയാണ് ലിങ്ക് ലിസ്റ്റ്, പക്ഷേ നമ്മൾ ഡാറ്റ കീപ്പ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനിലാണ്. എന്നിട്ട് നമ്മൾ പോയിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡാറ്റയിൽ നിന്ന് അടുത്ത ഡാറ്റയിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ സ്റ്റാക്ക് എന്ന് ഇതാണ് ലിങ്ക് ലിസ്റ്റ്. വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് ഡാറ്റേനെ ബ്രീഫായിട്ട് ഞാൻ അത്രേ പറയുന്നുള്ളൂ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു യൂണിറ്റ് കവർ ചെയ്യാനുള്ളതാണ്, അവിടെ വെച്ചിട്ട് നമ്മൾ പറയും. ഇനി സ്റ്റാക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ലീനിയർ ഓർഡറിൽ ഡാറ്റനെ കീപ്പ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചറാണ്. അതായത് സ്റ്റാക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചറാണ്. സ്റ്റാക്കിൻ്റെ അകത്ത് ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത ഡാറ്റയാണ് അതിൻ്റെ അകത്ത് ഫസ്റ്റ് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് സ്റ്റാക്ക് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ. ക്യൂ എന്ന് പറയുന്നത് മറ്റൊരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യും, റിയർ എൻഡിൽ അതായത് ലെഫ്റ്റ് സൈഡിൽ, അരേൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യും, അരയുടെ റൈറ്റ് സൈഡിൽ അരയുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യും, അരയുടെ റൈറ്റ് സൈഡിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരു ഡാറ്റ സ്ട്രക്ചറാണ് ക്യൂ. FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡർ ഫോളോ ചെയ്യുന്നു നമ്മൾ പറയും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ്, ലേറ്റർ പറയും. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡാറ്റ ഡാറ്റ സ്ട്രക്ചർ ഡസ് നോട്ട് ഫോം എനി സീക്വൻസ്. Each item or element is connected with two or more other items in a non-linear arrangement. നോൺ ലീനിയർ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഡാറ്റ ദർ ഇസ് നോ സീക്വൻസ്, ദർ ഇസ് നോ ലീനിയർ ഓർഡർ, ദർ ഇസ് നോ പർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് ഡാറ്റ. അവിടെ നമുക്കൊരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ടാവില്ല ഡാറ്റയ്ക്ക്. പല രീതിയിൽ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ആക്സ് ചെയ്യാനും റിട്രീവ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയുള്ള ഡാറ്റ സ്ട്രക്ചറിനെയാണ് നമ്മൾ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുക. അതിലൊന്ന് ട്രീ ആണ്, മറ്റൊന്ന് ഗ്രാഫാണ്. ട്രീയും ഗ്രാഫും പാരൻ്റ് ചൈൽഡ് അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ മെത്തേഡിൽ ഡാറ്റനെ കീപ്പ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചറാണ് ട്രീയും ഗ്രാഫും. അപ്പോൾ അവിടെ നമ്മൾ ഓരോ ഡാറ്റനെ നോഡ് എന്നാണ് വിളിക്കുക. നോഡുകൾ പരസ്പരം നമ്മൾ എന്ത് ചെയ്യും, പോയിൻ്റർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, ട്രീയും ഗ്രാഫും നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. ട്രീ എന്ന് പറയുന്നത് ഗ്രാഫും ഹൈറാർക്കിക്കൽ ഡാറ്റ സ്ട്രക്ചറാണ്. ട്രീൻ്റെ അകത്ത് ഒരു സൈക്കിൾ ഫോം ചെയ്യാൻ കഴിയില്ല, ബട്ട് വി ക്യാൻ ക്രിയേറ്റ് എ സൈക്ലിംഗ് ഗ്രാഫ്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രീ ആൻഡ് ഗ്രാഫ്. അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഗ്രാഫിൻ്റെ അകത്ത് സൈക്കിൾ ഫോം ചെയ്യാൻ പറ്റും. അതായത് ഒരു നോഡിൽ നിന്ന് നമ്മളിങ്ങനെ താഴേക്ക് വന്ന് വീണ്ടും നമുക്ക് തിരിച്ച് ആ നോഡിലേക്ക് തന്നെ തിരിച്ചെത്താൻ പറ്റും. ദാറ്റ് ഇസ് സൈക്കിൾ, ദാറ്റ് ഇസ് ഗ്രാഫ്. അതാണ് ഗ്രാഫ്. എന്നാൽ ട്രീ എന്ന് പറയുന്നത് അങ്ങനെയല്ല, നമുക്ക് തിരിച്ച് ഒരു സൈക്കിൾ ഫോം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഡാറ്റ സ്ട്രക്ചറാണ് ട്രീ എന്ന് പറയുന്നത്. ഇത്രയാണ് വളരെ ബേസിക്കായിട്ട് നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇത്രയും ഈ ഒരു സ്ലൈഡ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈസ് എ പർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് ഓർ അറേഞ്ചിങ് ഡാറ്റ ഇൻ കമ്പ്യൂട്ടർ മെമ്മറി സോ ദാറ്റ് ഇറ്റ് ക്യാൻ യൂസ് എഫിഷ്യൻ്റ്ലി. നമുക്ക് എഫിഷ്യൻ്റായിട്ട് ഫാസ്റ്റായിട്ട് റിട്രീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റനെ വേണ്ട രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് നമ്മളിവിടെ പഠിക്കുന്നത്, ഡാറ്റ സ്ട്രക്ചറിൻ്റെ അകത്ത് പഠിക്കുന്നത്. അതിനെ നമ്മളെന്ത് പറയുന്നത്, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് വിളിച്ച് പറയുക ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഏരിയയാണോ ഡൗട്ടുള്ളത് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷന് ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഇതേപോലെ സ്ലൈഡ് വെച്ചിട്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ തരാം എന്നാണ് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് മാക്സിമം ഒന്നോ രണ്ടോ തവണ അത് കേട്ട് നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് പറയുക. നമുക്ക് വീണ്ടും ഇതിൻ്റെ ബാക്കി സ്ലൈഡ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്സ്.